പരിക്കിൻ്റെ പിടിയിൽ അകപ്പെട്ട റയൽ മാഡ്രിഡിലെ വിവിധ താരങ്ങൾ നമ്മളെ മിലിറ്റാവോ പോലുള്ള താരത്തിനൊക്കെ പകരമായിട്ട് സൂപ്പർ താരം സെർജിയോ റാമോസ് റയലിൽ എത്തിയേക്കാം എന്നുള്ള അപ്ഡേഷനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിലിറ്റാവോൻ്റെ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങൾ പുറത്തിരിക്കേണ്ടി വരും. ഈ ഒരു സെയിം ഇഞ്ചുറി കാരണം കുറച്ച് മുന്നേ അദ്ദേഹം പരിക്ക് പറ്റി പുറത്തു പോയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ അടുത്ത ഇഞ്ചുറിയും അദ്ദേഹത്തിന് കിട്ടിയേക്കാണ്. അപ്പോൾ ഈ ഒരു മിലിറ്റാവോക്ക് ഇഞ്ചുറി വന്ന സമയത്ത് മാധ്യമങ്ങളിലൊക്കെ കൂടുതലായിട്ട് കേട്ടിരുന്ന ഒരു പേരാണ് മിലിറ്റാവോക്ക് പകരം താൽക്കാലികമായിട്ട് സെർജിയോ റാമോസിനെ റയലിലേക്ക് തിരിച്ചെത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പല മീഡിയകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. മാഡ്രിഡിൻ്റെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറാണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം റയലിൻ്റെ ക്ലബ്ബ് ഫുട്ബോൾ മത്സരം കാണുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ സെർജിയോ റാമോസ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതും നമ്മളെ ഓപ്പോസിറ്റ് ടീമിലെ പ്രമുഖ താരങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടും. ഈ റിപ്പോർട്ടിന് പിന്നാലെ അദ്ദേഹം തന്നെ അങ്ങോട്ട് ആവശ്യം ഉന്നയിച്ച് ചെന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചു വരാമെന്നുള്ളൊരു റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പെരസ് തന്നെ ഇതിന് മറുപടി ഏറ്റു വന്നിക്കാണ്. കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിക്കാണ്. ഇപ്പോൾ പെരസ് ഏതായാലും റയൽ മാഡ്രിഡിൻ്റെ കാലത്തെയും ഡിഫൻഡറായിട്ടുള്ള ഒരാളാണല്ലേ നമ്മളെ റാമോസ്. അദ്ദേഹം മത്സരിക്കുന്ന ഓരോ മത്സരങ്ങളും ഓപ്പോസിറ്റ് താരങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓർമ്മയായിരിക്കും. ലയണൽ മെസ്സി ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾക്ക് അന്ന് റയലിൽ അറിയുമ്പോൾ റാമോസ് മാത്രമല്ല, കസമിറോയും ഉണ്ട് ഒരു സൈഡിൽ. രണ്ടുപേരുടെയും മുന്നിൽ കൂടി പന്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആ ബോൾ ആ പോസ്റ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടും. ഏതായാലും ലയണൽ മെസ്സി ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ അവർക്ക് മുന്നിൽ സിമ്പിളായിട്ട് വിജയിച്ചിട്ടുണ്ട്. എങ്കിലും റാമോസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ജാതി ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും, ഒരു ജാതി ഒരു അക്രമ സ്വഭാവം. അങ്ങനെയുള്ള എന്ത് കാട്ടിയിട്ടാണെങ്കിലും ആ ഒരു പ്ലെയറെ അവിടെ തടഞ്ഞിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു താരമാണ് റാമോസ്. ഏതായാലും റയൽ വിട്ട് നേരെ PSG പോയി. പിന്നെ അന്ന് ആ ഒരു പോക്ക് തന്നെ ഇപ്പോൾ നെയ്മർ PSG പോയത് തന്നെയുള്ള കണക്ക്. പിന്നെ ഒരു വിവരമില്ല മീൻസ് ഒരു ബാഴ്സലോണ വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ മികച്ചൊരു മുൻതൂക്കം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള പരിക്കുകൾ തന്നെ കാര്യമായിട്ട് കളിക്കാത്തതല്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കളത്തിലില്ലാത്തതല്ല, പരിക്ക് കാരണം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. കൂടുതൽ സമയം കളത്തിന് പുറത്ത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റാമോസിൻ്റെ അവസ്ഥയും. റയൽ മാഡ്രിഡ് വിട്ടതിന് ശേഷം കാര്യമായിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും റയലിലേക്ക് റാമോസ് തിരിച്ചെത്തും, മിലിറ്റാവോൻ്റെ പകരം തിരിച്ചെത്തും എന്നുള്ള റിപ്പോർട്ടുകൾക്കൊക്കെ പെരസ് ഇവിടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്.